പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുനാഥനിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നൊവേനയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എല്ലാ സന്യസ്തർക്കും വേണ്ടിയാണ്. ക്രിസ്തീയ സ്നേഹത്തിലൂടെ ഈശോയുടെ സാക്ഷികളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സന്യസ്തരെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം എല്ലാ സന്യസ്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ജോയൽ പ്രവാചകനിലൂടെ ദൈവം നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലേക്ക് അനുദിനം ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹമായി വരുന്നുണ്ട്. അനുദിനം ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹമായി ഇറങ്ങി വരികയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവർ ദൈവ ജനമായി മാറുന്നു, ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവർ ദൈവ ജനമായി മാറുന്നു, ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നു. കർത്താവായ ഈശോ കുരിശിൽ ബലിയർപ്പിച്ച് നമുക്ക് ദാനമായി നൽകിയത് അവിടുത്തെ ആത്മാവിനെയാണ്. ഈശോ കുരിശിൽ ബലിയർപ്പിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവിടുത്തെ ആത്മാവിൻ്റെ കൃപ. ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമെന്നാണ്. കർത്താവിൻ്റെ ആത്മാവിലൂടെ കർത്താവിൻ്റെ ജീവൻ സമൃദ്ധമായി ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവജനമായി മാറുന്നത്, ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നത്. നസ്രത്തിലെ മറിയം ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയമായി മാറി. നസ്രത്തിലെ താഴ്മയുള്ള ദൈവവചനത്തിന് കീഴ്പ്പെട്ട ആ പെൺകുട്ടി, ആ മറിയം ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ, ദൈവാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജനമായി മാറി, ദൈവത്തിൻ്റെ സാക്ഷിയായി മാറി. പരിശുദ്ധ അമ്മയെ അമ്മയാക്കി തീർത്തത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ഗബ്രിയേൽ മാലാഖയോട് പരിശുദ്ധ കന്യകാ മറിയം ആമേൻ ഉച്ചരിച്ചപ്പോൾ
പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം തൻ്റെ ആത്മാവിന് നൽകി. ആ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ദാസിയായി തീർന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിൽ ഉൾപ്പെട്ടു. ദൈവജനത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവിനെ ഈ 3-ാം ദിവസം ധ്യാനിക്കുമ്പോൾ അമ്മ നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമെന്ന്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ദാനമായി നൽകിയ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമായി നമ്മൾ മാറുകയാണ്. അപ്രകാരം ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ 3-ാം ദിനത്തിൽ ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ആത്മാവിനു വേണ്ടി സ്വപ്നങ്ങളും ദർശനവും ഉണ്ടാകുവാനായിട്ട്. ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ ദർശനവും നമുക്കുണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് മാതാവിനെ പരിശുദ്ധ കന്യകയാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് മേരിയെ പരിശുദ്ധ അമ്മയാക്കി മാറ്റിയത്. ആ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റിയ ആ ദൈവാത്മാവിനെ സ്വീകരിക്കുവാനായി നമുക്കും ഒരുങ്ങാം, നമുക്കും പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നിയോഗം പ്രത്യേകം സമർപ്പിക്കാം. എല്ലാ സന്യസ്തർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ദൈവത്തോട് ചെയ്ത ആ വ്രതങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് എല്ലാ സന്യസ്തരും ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്കും അമ്മയുടെ പ്രത്യേക അനുഗ്രഹത്തിനായി ഒരുങ്ങാം. കർത്താവായ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.